പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീടിൻ്റെ ഉമ്മറത്താണ് ഇരിക്കുന്നത്. മഴ വരുമെന്നൊന്നും അറിയില്ല. കാല് കാണൂ. ഇല്ലില്ല. ആദ്യത്തേട്ടാ ജിഷ കെയർ. ഈ വീഡിയോ ഒറിജിനൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ചവരിൽ ഒരാളാണ് ഞാനാണ്. ഏതാണെന്നറിയാം, കോഴികളെ കൊണ്ടുപോണത്. എൻ്റെ ദൈവമേ, ചിരിച്ച് ഞാൻ മടുത്തുപോയി. ഓർത്തോർത്ത് ആ ദിവസം മുഴുവൻ ചിരിച്ചു. ജോലിയിലെ ടെൻഷൻ ഒഴിവാക്കുന്നത് അജൂസ് വേൾഡ് കാണുന്നതിലൂടെയാണ്. നമ്മൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അവിടെ വരെ ചിരിക്കാനുള്ളൂ. അതായത് അവിടെ വരെ ചിരിക്കാണ്ട്, പിന്നെ അവിടെ ചെന്നിട്ടും ചിരിഞ്ഞി. ചിരിക്കാണ്ട് കുറേ ഒരു മൊത്തം എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിരുന്നത്. പക്ഷേ നമുക്കത് എഡിറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. ഓക്കെ, എന്തായാലും കുറച്ച് പേർക്ക് മാത്രം തുടക്കം അത് കാണാൻ പറ്റി. 1500 പേരെ അങ്ങോട്ട് കണ്ടു. അപ്പോഴത്തേക്കും യൂട്യൂബ് വീഡിയോ കളഞ്ഞു. ഒരാളുടെ കമൻറ്റ് നോക്കിയ സജി നായർ, അജു ബംഗാളി, സരിത മുതലാളി. ആ വീഡിയോയില് എന്തോ എന്ത് ആ വീഡിയോ അല്ല, കോഴിക്കോട് കൊണ്ടുപോണ വീഡിയോയില് ബംഗാളികളുടെ മുതലാളിയായിട്ട് ചേട്ടനെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊണ്ടുവന്നു. പണിയെടുത്ത് തുടങ്ങുമ്പോൾ സജി നന്നാവാത്ത ജയാചന്ദ്രിക. ഒരു സെന്റ് സ്ഥലമോ ഒരു വീടോ ഇല്ലാത്ത വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്ന എനിക്ക് ഈ ചാനൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആദ്യമായി കണ്ടു, സബ്സ്ക്രൈബ് ചെയ്തു. എത്രയും പെട്ടെന്ന് ഒരു വീട് സ്വന്തമായിട്ടുണ്ടാവട്ടെ. ഇത് കോഴി വീഡിയോ അല്ലാട്ടാ, ഇത് വേറെ വീഡിയോ എത്തിയ. അടുത്ത ആദർശ് പണിക്കർ. കൊള്ളാം. സാധാരണ വീടുകളിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളെ സംഭവ ബഹുലമാക്കി. എന്നാൽ അല്ല, ആ വീഡിയോ തന്നെയാണ്. അതിഭാവുകത്വമില്ലാതെ മനോഹരമായൊരു ചലച്ചിത്ര ആവിഷ്കാരമാക്കി പ്രേക്ഷകർക്ക് സമ്മാനിച്ച വീഡിയോ. മനോഹരമായ ചില ഭാഗങ്ങൾ, രസകരമായ ആ ഭാഗങ്ങൾ നിയമപരമായ കാരണങ്ങളാൽ നീക്കം ചെയ്യേണ്ടി വന്നെങ്കിലും അവസാനത്തെ ഹൈലൈറ്റ് പ്രിയപ്പെട്ട അജുവേട്ടാ, താങ്കൾക്ക് ആ ടീഷർട്ട് ഉജ്ജ്വലമായി ചേരുന്നുണ്ട്, മനോഹരമായി ഇണങ്ങുന്നുണ്ട്. അച്ഛനോട് ചോദിച്ചിട്ട് ഇത് ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറയാതെ പറഞ്ഞു. കൊണ്ടുപോരൂ, മറക്കരുത്. പിന്നെ വീഡിയോയിൽ ശബ്ദം പുറത്തേക്ക് വരാതെ മുഖഭാവം കൊണ്ട് സൗണ്ടായി മാറിയ മിടുക്കി കുട്ടി പ്രേക്ഷകരെ കയ്യിലെടുത്തു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹായ് സുന്ദരി കുട്ടി. പ്രേക്ഷകരുടെ വക സ്നേഹത്തിൻ്റെ ചെമ്പനീർ പൂക്കൾ. ഒപ്പം ഭഗവാന്റെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിശിഷ്യ വീട്ടിലെത്തുമ്പോൾ മുട്ട സമ്മാനിച്ച പിടക്കോഴിക്കും അഭിനന്ദനങ്ങൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത വീഡിയോയ്ക്ക് ആയി കാത്തിരിക്കുന്നു എന്നായിരിക്കും. ബാക്കി ഫുള്ള് ചേട്ടൻ എടുത്തിട്ടില്ലേ? സസ്നേഹം പണിക്കർ എന്നായിരിക്കും. അത് ഇത് ഞാനിങ്ങ് എടുക്കുകയെന്നല്ല, എനിക്കത് ഇങ്ങോട്ട് തന്നു. കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. അത് ചേട്ടൻ ഒരു വീഡിയോയിലിട്ട് കണ്ടുല്ലോ, ഇടയിൽ ഒരു വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. അടുത്തത് പാടൂർ സുരേഷ്. അജു, സ്റ്റിൽ ഇറ്റ്സ് ഹാവിങ് ലോട്ട്സ് ഓഫ് ഫൺ. യുവർ എഫേർട്സ്, വൗ, നൈസ് എൻ്റർടൈൻമെൻറ്റ്, താങ്ക്സ്. അതായത് കുറേ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, നമ്മൾ തമാശ ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അത് ആദ്യമായിട്ട് കാണാണ്ട് കണ്ടവർക്ക് അത് നല്ല ഇഷ്ടമായി ആ വീഡിയോ. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റാക്കി കളയാൻ തോന്നുന്നില്ലേ, നമ്മുടെ കയ്യിലേക്ക് എടുക്കണ വീഡിയോ. ഇന്നിപ്പോൾ അന്തിക്കാടുന്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ദുബായിലാണ്. അപ്പോൾ ആൾ വന്നിട്ട് ആ വീഡിയോനെ പറ്റിയിട്ട് പറയായിരുന്നു. ഇവിടെ വന്നിരുന്നിട്ടേ ആൾ ഞങ്ങളെ കാണാൻ വന്നതാണ്. അപ്പോൾ ആൾ പറയാ എന്ത് രസമായിരുന്നു വീഡിയോ എന്ന്. ആൾ എഡിറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, അല്ല മുന്നത്തെ കണ്ടിട്ടില്ല, എന്നിട്ട് വരെ അത് മൊത്തത്തിൽ ഭയങ്കര രസമായിട്ടുള്ള വീഡിയോ ആയിരുന്നു. അടുത്ത് റേഹാനത്ത്. നല്ല രസമാണ് നിങ്ങളുടെ വീഡിയോസ് കാണാൻ. നിങ്ങളുടെ കൃഷിയും മറ്റും കാണുമ്പോൾ ഞാനും ചെയ്യാൻ ഇറങ്ങും. അനിലേട്ടൻ, ചെറിയേട്ടൻ, ഭാര്യമാർ എല്ലാവരെയും ഇഷ്ടമാണ്. സന്തോഷം. ദീപാലാലു. അജുചേട്ടാ, ദീപാലാലു. അജുചേട്ടാ, സരിത, ഗുഡ് മോർണിംഗ്. വീട്ടിലെ ജോലി ഒന്നും രാവിലെ നടക്കാറില്ല. നിങ്ങളുടെ വീഡിയോ വരുന്നത് നോക്കിയിരിപ്പാണ്. എനിക്ക് നിങ്ങളൊരുപാട് ഇഷ്ടം. 9 മണി കഴിഞ്ഞാൽ വരും കേട്ടോ. അതുവരെ നോക്കിയിരിക്കേണ്ട, അതുവരെ പണികൾ കൊടുത്തോ. എന്നിട്ട് 9 മണി കഴിയുമ്പോൾ വരും. അപ്പോൾ കണ്ടാൽ മതി. വീട്ടുകാരെ ചെയ്തേക്കരുത്. ഞങ്ങളുടെ വീഡിയോ കാണാതിട്ട് പണികളൊന്നും വീട്ടിൽ നടക്കില്ല എന്ന് പറയാനിടവരുത്. അതെ. അനിത പ്രവീൺ. ഈ വീഡിയോ ഞാൻ ആദ്യം ഇട്ടപ്പോൾ മുഴുവൻ കണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു കാണാൻ. ചിരിച്ചു മടുത്തു. എന്താ പറയുക, കമൻറ്റ് വായന തുടങ്ങുമ്പോൾ ഒരു കോട്ടുവായ അത് നിർബന്ധമാണ്. അതൊന്നും ഉറക്കമൊന്നും വരുന്നില്ല കേട്ടാ, എന്താണാവോ. അടുത്ത് പ്രേമ ശശിമേനൻ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ തോന്നിയത് നന്നായി, അടിപൊളി ആണ് കേട്ടാ. എല്ലാം ശുഭമായി കഴിഞ്ഞു. അടിപൊളി ലഞ്ചും കഴിച്ചു, സൂപ്പർ. കറക്റ്റ് ആ ദിവസം തന്നെ ഞങ്ങൾ പോയതേ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല കേട്ടാ പോയത്. പക്ഷെ ചെന്നപ്പോൾ നല്ല ദിവസം, നല്ല തൊണ്ടഭാഗ്യം എന്നൊക്കെ പറയില്ല, അതുപോലെ. അടുത്തത് ഷർമിള റെജി. ദൈവമേ, മണി 8ആയി.
നിങ്ങൾ അവിടെ വിഭവസമൃദ്ധമായി ഊണ് കഴിക്കുന്നു. എനിക്കിനി ഒന്നേന്ന് പണി തുടങ്ങാം. ഡോക്ടറിനെ കാണാൻ പോകണം. പിന്നെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി. എന്തൊക്കെ പണികളാണെന്നോ. അപ്പം ശരി, നാളെ കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലവ് യു ഗൈസ്. അടുത്തത് അനീറ്റ സയാൻ. ഹായ് അജു ഏട്ടാ ആൻഡ് സരിത ചേച്ചി, നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഒരു നല്ല രസമാണ്. പ്രത്യേകിച്ച് അജു ചേട്ടൻ്റെ ചെടി മാറ്റി നടൽ. മഴ കാരണം ആ പാവം ചെടികൾക്കൊരു വിശ്രമം കിട്ടി. അപ്പോൾ അതാ കോഴികളെ സ്ഥലം മാറ്റി. നിങ്ങളുടെ വീഡിയോസ് തിരിച്ചല്ലാതെ കാണാൻ പറ്റത്തില്ല. ഗെറ്റ് വെൽ സൂൺ സരിത ചേച്ചി. ഞാൻ ആലോചിക്കുകയാണേ, നമുക്ക് നമ്മുടെ ഓരോ വീഡിയോയിലേക്കും വരുന്ന വ്യത്യസ്തമായ കമൻറ്റുകൾ നമ്മൾ അഭിനന്ദിക്കാൻ മാത്രമല്ല ആളുകളുടെ, നമുക്ക് സാധാരണ ഒരു ഫാമിലി വ്ളോഗിൽ കാണുന്നത് ഒരേ പാറ്റേണിലുള്ള ഒരേപോലത്തെ കമൻറ്റുകളായിരിക്കും കാണാൻ. നമുക്ക് നോക്കിയാൽ വായിക്കാൻ അനവധിയാണ്, ഇഷ്ടംപോലെ എടുക്കാൻ പറ്റാണ്ടാണ് അത്രയ്ക്കധികം വ്യത്യസ്തമായ കമൻറ്റുകൾ. സച്ചി പാപ്പി, നിങ്ങൾ പറയുന്ന പോലെ തൃശ്ശൂർക്കാർ പലരും സിനിമയുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പറയാറുണ്ട്. പണ്ട് ഞാൻ ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൃശ്ശൂർക്കാർക്ക് പറയാനുള്ളത് സിനിമയിലെ കഥകളും തമാശകളും ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു ഗഡീസ്. നമ്മളെല്ലാതിനെയും തമാശയിലൂടെ കാണുന്നവരാണ് അല്ലേ തൃശ്ശൂർക്കാർ. കൂടുതലും സീരിയസ് ആയിട്ടുള്ളവരും ഉണ്ട്, എന്നാലും ഭൂരിഭാഗം പേരും കുറച്ച് ഹ്യൂമർ സെൻസ് ഉള്ളവരാ. പിന്നെ സിനിമയെ ബന്ധപ്പെടുത്തി പറയും, കൂടുതൽ വർത്തമാനം പറയും തോന്നുന്നു. ഇപ്പൊ ഞങ്ങളിലൊക്കെ തന്നെ നമ്മുടെ തന്നെ ഒരു വ്ളോഗില് എല്ലാ വ്ളോഗിലും സിനിമയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാവും. രാഗിണി ദേവി MR, വത്സച്ചേച്ചിയുടെ വീട്ടിൽ നിന്നും അജുവിൻ്റെ കോഴിയെ പിടുത്തം. ഗവാസ്കർ പോലും ഇങ്ങനത്തെ ക്യാച്ച് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. തലരമൂളി കൂടെ പറന്നു പോയി, കോഴി തലരമുടിയോടെ പറന്നു പോയി. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയോ കൈ ഇങ്ങനെയാണ് ഈ കോഴിയിൽ പിടുത്തം കിട്ടിയത്. ഇത്രയ്ക്ക് ഏരിയയിൽ കിടന്നിട്ട് പിടിച്ചത്. അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കൂട്ടാ. ആ കോഴീനെ ജസ്റ്റ് പിടിച്ചിട്ടല്ലോ, പിടിച്ച് ചേട്ടൻ അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിലിടണേ. പക്ഷെ നീ പുലിവാല് ഇനി വേണ്ട. അതായത് നമുക്ക് ഒരു വട്ടം തന്നെ കമ്മ്യൂണിറ്റിയിൽ അത് വയലേഷൻ നമ്മൾ ചെയ്തു. 90 ദിവസത്തിനുള്ള ഒരു വട്ടം കൂടി ആയിക്കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കും. അപ്പോൾ ചിലപ്പോൾ 3 മാസം 6 മാസം എത്ര നാളാണ് യൂട്യൂബ് നമുക്ക് ശിക്ഷ തരണമെന്ന് പറയാനില്ല. അത്ര നാളത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ എന്തിനാ ഇതിന് പോണേ. അടുത്തത് അരവിന്ദ്, അജു എൻ്റെ സരിത, ഞാൻ എപ്പോഴും ഗ്രാമം കാണാൻ വേണ്ടി കാണുന്ന വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീട് ഒക്കൽ ആണ്. ഇപ്പോൾ ഫ്ലാറ്റിൽ അബുദാബിയിലാണ്. ഒക്കൽ എന്ന് പറഞ്ഞാൽ അതെ. അടുത്തത് സുധാകരൻ ഏട്ടത്ത്. അജു വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കണം, എപ്പോഴും തെറ്റി പറയണേ. എന്താ കാര്യം എന്നറിയാമോ? മനസ്സ് ഇവിടെയല്ല. ആ വീഡിയോ എടുക്കുമ്പോൾ തെറ്റി പറയും ചേട്ടൻ. വീഡിയോ എടുക്കാത്തപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, തങ്കാൻ്റെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റുമായിരിക്കും. മണിക്കൂറുകളോളം വന്നിരുന്ന് സംസാരിച്ചിട്ട് പലരും പോവാറുണ്ട്. ചേട്ടൻ ഒരു വാക്ക് പോലും തെറ്റി പറയാറില്ല. പിന്നെ അപ്പോൾ സുരേഷ് ചേട്ടൻ അവരൊക്കെ വന്നിട്ട് എത്ര സമയം സംസാരിച്ചിരുന്നു. എല്ലായിടത്തും ചേട്ടൻ തെറ്റിയ ആ സമയം അവിടെ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറയണത് മുഴുവൻ തെറ്റി. അപ്പോൾ അറിയാണ്ട് ചേട്ടൻ ഒരു വെപ്രാളം കയറി വരും. ആ വെപ്രാളം കയറി വരുമ്പോൾ ആ വാക്കുകൾ പറയണതിന് സ്പീഡ് കൂടും. അപ്പോൾ തെറ്റി പറയും. അതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ലേ. അടുത്തത് മേഹു അഞ്ചൽ. സരിതയുടെ ചുരിദാർ സൂപ്പർ. എൻ്റെ അമ്മ നിങ്ങളുടെ 2 പേരുടെ കട്ട ഫാനാണ്. ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇന്ന് ഡിസ്ചാർജാണ്. സന്തോഷം. ഞാനെതിരെ എൻ്റെ അമ്മ കട്ട ഫാനാന്ന് പറഞ്ഞപ്പോഴാണ് സന്തോഷം പറഞ്ഞത്. പിന്നീട് കേൾക്കുന്നത് ഹോസ്പിറ്റലാണ്. പക്ഷേ തെറ്റിദ്ധരിക്കല്ലേട്ടാ അമ്മേ, ഡിസ്ചാർജാണ്. അമ്മ കാണുന്നത് കൊണ്ട് ഞാൻ TV തുറക്കുമ്പോൾ തന്നെ നിങ്ങളെ കണ്ടൊരു കമൻ്റ് ഇടാമെന്ന് കരുതി. അമ്മയ്ക്ക് എന്തുട്ട പറ്റിയാവോ? എന്തായിരുന്നു അസുഖം അമ്മയുടെ? എന്തായാലും അമ്മയുടെ അസുഖമൊക്കെ മാറി ഉഷാറാട്ടെ. രാസി ലുലു, സാധാരണ പെൺമക്കൾ വീട്ടിൽ നിന്ന് ഓരോന്ന് കടത്തി കൊണ്ടുപോകും. സരിത അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അതാണ് വേണ്ടത്. അടുത്ത മുല്ല ഷിബിർ, അജുവേട്ടൻ വെറുതെ പറയാണ്. ബോൾ ക്യാച്ച് ചെയ്യുന്ന പോലെയാണ് കോഴിയെ പിടിച്ചു ഉത്രേ. അജുവേട്ടൻ അതിൻ്റെ പിന്നാലെ ഇങ്ങനെയാവും ഓടിയിട്ടുണ്ടാവുക. മറവത്തൂർ കനവ് സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പോലെ. അജുവേട്ടൻ ബാബാ ബാബാ ബാബാ, ഇവിടെ ബാ കോഴി, ഇവിടെ ബാ ബാബാ. കോഴി കുറച്ച് നേരം പിടിക്കാൻ പാകത്തിൽ നിന്ന് കൊടുക്കും. താൻ വലിയ യൂട്യൂബറല്ലേ, പിടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പിടിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അജുവേട്ടൻ ഒറ്റച്ചാട്ടം കോഴിയുടെ മേലേക്ക്. കോഴി ആരാ മോൻ, അവനും ചാടി അതുക്കും മേലെ. പാവം വിയർത്ത് കുളിച്ച അജുവേട്ടനെ കണ്ട് കോഴി തന്നെ തീരുമാനിച്ചു പിടി കൊടുക്കാം. ഒന്നുമല്ലെങ്കിലും എന്നെ പോത്തുപോലെ വളർത്തിയതല്ലേ ഈ മനുഷ്യൻ. ഞാൻ വെറുതെ എന്തിനാ ആ മനുഷ്യൻ്റെ വിയർപ്പ് ഒഴിപ്പിക്കുന്നു.
അങ്ങനെ ആ പാവം കോഴി കാലിന് വയ്യാത്ത പോലെ അവശത നടിച്ചു കിടന്നു. ആ താപ്പിൽ അജുവേട്ടൻ അവനെ പിടിച്ചുകൊണ്ട് വന്നു. ഇതല്ലേ അവിടെ സംഭവിച്ചത്? പാവന ഭയങ്കര മുല്ല ഷബീർ നമ്മുടെ ആ ഇത് മുന്നത്തെ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ, അതുകൊണ്ടാണ്. പക്ഷെ ആള് ഭാവന പ്രകാരം ആള് കാര്യങ്ങൾ നടത്തി. അതെ, ഭാവന ഉണരട്ടെ, എല്ലാവരുടെയും ഭാവന ഉണരട്ടെ. അടുത്ത് റിയാസ്. അജു ഞങ്ങളുടെ അടുത്ത് വേറെ വീഡിയോയൊന്നുമില്ല കേട്ടോ, ഇനി ഇത് ഇട്ടിട്ട് വേണം നാളെ അരി മേടിക്കാൻ. അപ്പോൾ നിതിൻ ചിന്തിക്കുന്നുണ്ടാവും, ഏത് നേരത്താണാവോ ഈ വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് വരാൻ തോന്നിയത്, എന്നെ എല്ലാവരും കണ്ടില്ലേ, ഇത്രയും ഒളിച്ചും പാത്തും പതിയും നിന്നതെല്ലാം വേസ്റ്റായല്ലോ ദൈവമേ. പിന്നെ അജുവിൻ്റെ വാതിലിൻ്റെ ഇടയിൽ കൂടിയുള്ള ആ ഒളിഞ്ഞു നോട്ടം, പെണ്ണ് കാണാൻ പോയപ്പോൾ പെണ്ണ് ചെറുക്കനെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ. ഷോ, എന്തൊരു നാണം, എന്തൊരു എക്സ്പ്രഷൻ. അതെന്തുട്ടാ വെച്ചാൽ മര്യാദയ്ക്ക് ആ കോഴിക്കോട് പൊക്കിയപ്പോൾ മേലൂടെ വെള്ളം വീണപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രസ്സ് മാറാം, 5 മിനിറ്റ് പോലും വേണ്ട, ഡ്രസ്സ് ഉള്ളിൽ നിന്ന് എടുത്ത് ചേട്ടൻ ഉള്ളിൽ കയറാൻ നിൽക്കണ്ട, മേലിൽ നനഞ്ഞ ഡ്രസ്സോട് കൂടി ഇനി കയറാൻ നിൽക്കണ്ട, ഞാൻ വേഗം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് ഇരിക്കണ്ടേ ഇനി ഇത്ര സമയം, അതൊന്നും ഒരു കുഴപ്പമില്ല, അത് അവിടെ എത്തുമ്പോഴേക്കും ഉണങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അത് ഇട്ടിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റണ്ടേ. അപ്പോൾ വേഗം എന്നെ തോണ്ടിയിട്ട് അച്ഛൻ്റെ ഒരു മുണ്ടും ഇത് വാങ്ങിച്ചു ചോദിച്ചിട്ട് എന്നെ വന്ന് സ്വകാര്യമായിട്ട് വിളിച്ചു. അപ്പോഴാണ് അമ്മ കൊണ്ടുകൊടുത്തത്. അടുത്തത് സാലി ജോൺ. അച്ഛനും അമ്മയും ഇല്ല എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. മിഥുനോട് അജുവിൻ്റെ സ്നേഹം ട്രാജഡി അവൻ്റെ ലൈഫ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് അനിയനുള്ളൂ, പലരും അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആള് അതിൻ്റെ വിഷമത്തിലൊന്നുമല്ല കേട്ടോ. ആള് ഉള്ള കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എന്തോ കയ്യിലുണ്ടോ അതിനെ ഹാപ്പി സന്തോഷമാക്കി മാറ്റി അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് അവൻ ജീവിക്കണം, പാവം. അടുത്തത് ദീപക് ശർമ്മ. എത്ര സ്നേഹത്തോടെ കൊടുക്കുന്ന കണ്ടാൽ മനസ്സ് നിറയും. അജുവിന് സരിതയ്ക്ക് നല്ല മനസ്സാണ്, ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. പക്ഷെ എനിക്ക് ആ മുട്ടയും അതും ഓരോ സാധനങ്ങൾ അവന് കൊടുക്കുന്നത് വീഡിയോയിൽ കാണിക്കണം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതൊക്കൊന്നും കാണിക്കേണ്ട ആവശ്യം, അത് കാണിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സന്തോഷം നമുക്ക് കൊടുക്കണം നല്ലതല്ലേ. കൊടുക്കണോണ്ടൊരു കുഴപ്പമില്ല. ഞാനാണല്ലോ മിഥുൻ്റെ അടുത്ത് ചോദിച്ചേ കോഴിമുട്ട കൊണ്ടുപോകണമെന്ന്. പക്ഷേ അത് പിന്നെ ഈ മിഥുനൊന്നും കൊടുത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ആളുകൾ ചോദിച്ചാലോ അല്ലേ. അങ്ങനെയുണ്ടല്ലോ. അടുത്ത് ഹെൽവിൻ. മിഥുൻ്റെ സംസാരം സൂപ്പർ, സരിതേച്ചിയുടെ സംസാരം മിസ് ചെയ്തു. അതിനുള്ളത് ഞാൻ പിന്നെ ബിരിയാണി വീഡിയോയിൽ എനിക്ക് എന്തോ തലയ്ക്ക് പ്രാന്തായിരുന്ന പോലെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി, ഇതെന്തിനും ഇങ്ങനെ വളവളവളാന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക ബിരിയാണി വീഡിയോയിൽ, ചേട്ടനെ പണിയെടുക്കാൻ സമ്മതിക്കാണ്ട്. എനിക്കെന്നെ ദേഷ്യം വന്നു. പിന്നെ ആൾക്കാർ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. സരിതേച്ചി പനി കുറഞ്ഞില്ലേ, ബൈ. അല്ല ഹായ്, ബൈ അല്ല ഹായ്. ജഗ്ഗു ട്യൂഷൻ പേളി ഇങ്ങോട്ട് വന്നു, പക്ഷേ അവള് പോയി. സരിതേച്ചി പനി കുറഞ്ഞില്ലേ. സരിതേച്ചിയുടെ സംസാരം ഇല്ലാത്ത എപ്പിസോഡ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അജി ഷീസി. നമസ്കാരം. അജി ചേട്ടനെ വെറുതെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട. പൈപ്പ് അറുത്ത് മുറിക്കാൻ പറ്റിയില്ലെങ്കിൽ വെട്ടുകത്തിക്ക് വെട്ടിയിട്ടാണെങ്കിലും മുറിക്കും. ഭീകരനാണ്. നമ്മുടെ പൈപ്പ് മുറിച്ചത്, അയ്യോ മഴക്കാരായി, പൈപ്പ് മുറിച്ചതേ നമ്മൾ ആ തല്ലിപ്പൊടി സാധനം കൊണ്ടാണ്. ഏത് എക്സബ്ലൈഡേ ആകെ മുറിഞ്ഞ് നാശമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ 5 എണ്ണം വരെ കൂളായിട്ട് മുറിച്ചെടുത്തത്. പേളി ഇന്ന് പൂട്ടാൻ കിട്ടിയിട്ടില്ല അവളെ. ചാർലി പാവം, അവൻ പൂട്ടണ്ടോടത്ത് വന്ന് കിടന്നു രാവിലെ. മുത്തേ വഷളായി വരാണ്. പിടിച്ചു ഇനി എന്താ കാര്യം ഇപ്പൊ പൂട്ടിട്ട്. ടെസ്ല മൈ ഹീറോ. അജു പിള്ളേരെ പോലെ ആ ചെക്കൻ ഒന്ന് പറഞ്ഞു പോയി, ഇത് കൊണ്ട് മുറിയോന്ന് ഒരബദ്ധം പടഞ്ഞു. ദേ തുടങ്ങി അവനെ കുറ്റം പറയാൻ. അടുത്തത് രാധാമണി മോഹൻദാസ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചതുരപ്പയർ എന്ന് പറയും. തോരൻ വയ്ക്കാൻ നല്ലതാണ്. അജുവിൻ്റെ കൃഷിപ്പണി കാണുമ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെയാണ്, ഒരു നേരം വെറുതെ ഇരിക്കില്ല. ജോലിയുടെ ഇടയ്ക്കാണ് കൃഷി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ടൗണിൽ ജീവിക്കുന്ന ഞാൻ എന്ത് ചെയ്യാനാണ്. അജുവിൻ്റെയും സരിതയുടെയും സംസാരവും കൃഷിയും ഞാൻ നന്നായി ആസ്വദിക്കുന്നു. എന്തൊരു ചെയ്യണ്, അതിനെ മലർത്തി കിടത്തി കൊഞ്ചിക്കുക. KA ജോയ് കള്ളിക്കാടൻ. നീ എന്തൊരു തേങ്ങയാണ്ട വാഴയ്ക്ക് ഡ്രസ് വർക്ക് ചെയ്ത് കണ്ടിട്ടില്ലേ. അടുത്തത് സജി കുമാർ. സിൻസ് കൊറോണ ടൈം പീരീഡ് ഞങ്ങൾ അജൂസ് വേൾഡ് ഫാൻസാണ്. ഞങ്ങൾ ഖത്തറിലാണ്. ഡെയിലി വീഡിയോസ് കാണും. ഇവിടുത്തെ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അജൂസ് വേൾഡ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ട് ചിരിച്ച് ചത്തു. ക്യാമറ ചേട്ടൻ്റെ ഡൗട്ട്, പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അജു. വാഴയ്ക്കാണോ അതോ തെങ്ങിനാണോ താങ്ങ് കൊടുക്കുന്നേ എന്ന് സംശയം കേട്ടപ്പോൾ എൻ്റെ അമ്മോ ഞങ്ങൾ ചിരിച്ച് ചത്തു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു തെറാപ്പി ആയിരുന്നു. ഫുൾ കോമഡി എപ്പിസോഡ്. വളരെ വളരെ സന്തോഷം. മിഥുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും ശ്രദ്ധിക്കും, എല്ലാത്തിനും റിയാക്ട് ചെയ്യും. നേരെ ഓപ്പോസിറ്റാണ് നിതിൻ. അവൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവനത്
മനസ്സിലായിന്ന് വരില്ലേ. ഇവൻ അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ നടക്കും ചേട്ടനും അതെ വീഡിയോയിൽ. ഞാൻ ആ വീഡിയോയിൽ ഇല്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല, വീഡിയോ നല്ല രസമായിട്ട് പോകും. അടുത്തത് ലെച്ചൂസ് ക്രിയേഷൻ. എൻ്റെ ദൈവമേ അജു ചേട്ടാ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആ കാന്താരി തിന്നേണ്ട വല്ല കാര്യമുണ്ടോ? കുക്കുടൻ തിന്നു നോക്ക് എന്ന് പറയണ്ടേ, അല്ല കുക്കുടൻ തിന്നു നോക്ക് എന്ന് പറയേണ്ട താമസം. അത് വായിലേക്ക് ഇട്ട് നോക്കി കടിച്ച് എത്ര പറഞ്ഞാലും കേൾക്കില്ല. സരിതയെ കൊടുക്കും തോറും ഏറിടുമെന്നാണ്. സരിതയ്ക്ക് തീരെ വയ്യല്ലോ, മരുന്ന് കഴിക്കണേ, പ്രാർത്ഥിക്കാട്ടോ, ഏകാദശിയൊക്കെ അല്ലേ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും വിചാരിക്കേണ്ടത് എന്ത് പ്രാന്ത, ഒരു മുളക് എരിവുണ്ടോയെന്ന് നോക്കാൻ ഇങ്ങനെ ജസ്റ്റ് എന്നോ കടിച്ചു നോക്കി, തുപ്പി കളഞ്ഞൂടാ, അത് ഇറക്കണ കടിച്ചരച്ച് ചവച്ച് വയറെന്തെങ്കിലും നശിപ്പിക്കണേ. അതെ അറിയാണ്ട് അതാ ഒരു ആവേശത്തിലാണ്ട് വർത്താനത്തിന്റെ ഇതിലാണ്ട് ചെയ്തു പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ അപകടകാരിയൊന്നുമല്ല മുളക്, പിന്നല്ലാണ്ട് നല്ല അപകടകാരി. ആൾസർ വരുമ്പോ പഠിച്ചോളും ചേട്ടൻ. അടുത്തത് സീന ശ്രീനിവാസൻ. മുളകിന് എരിവുണ്ടോ എന്ന് നോക്കുന്ന ആദ്യത്തെ ആളായിരിക്കും അജു. മിഥുൻ കൂടെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ കൃഷിപ്പണിക്ക് അജുവിന് സംസാരിക്കാൻ കൂട്ടായി. മിഥുൻ്റെ സംസാരം നന്നായിരുന്നു. മിഥുൻ പറഞ്ഞതുപോലെ വാഴയ്ക്ക് ഊന്നു കൊടുക്കുന്നത് കുലച്ചതിന് ശേഷം കുലയുടെ അടിയിലല്ലേ എന്നൊരു സംശയം. അത് മറ്റൊരു ഇങ്ങനെ താങ്ങ് കൊടുക്കും, ഇങ്ങനെ ക്രോസ് ഇങ്ങനെ വെച്ചിട്ട് വാഴ തണ്ട് ഇതിലങ്ങോട്ട് ചാടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കായ്ക്കൊല ഒടിഞ്ഞിട്ട് കണ്ടില്ലേ. പക്ഷെ ഇത് ഇങ്ങനത്തെ നേന്ത്രവാഴയ്ക്ക് ഇവിടെ ഇങ്ങനെയാണ് കാല് കൊടുക്കുക. മറ്റോണാകുമ്പോ രണ്ടെണ്ണം വേണ്ടി വരും, 2 ഊണ് വേണ്ടി വരും. ഇതാകുമ്പോ ഒരെണ്ണം മതി. താങ്ങ് ഊണ് എന്ന് പറയും ഇവിടെ, തൂണ് എന്നാവൂല്ലേ, ലോപിച്ചാണ് ഊണ് ഊണെന്നായി. വർഗീസ്, ഈ മനുഷ്യൻ വട്ടാണോ? ആ മുളക് തിന്ന് നോക്കണോ? എരിവാണെന്ന് അറിഞ്ഞുകൂടെ എൻ്റെ കർത്താവേ, ഇതിനെ കൊണ്ട് തോറ്റു. ശ്രീദേവി സുരേഷ്. അജു ചേട്ടൻ എന്തിനാണ് മുളക് തിന്ന് കാണിക്കുന്നത്? കാന്താരി മുളകിന് എരിവാണെന്ന് അറിയില്ലേ? എരിവ് അധികമായാൽ വയറ് കേടാവും. പാവൻ നിതിനല്ലാട്ട മിഥുൻ. നല്ല രസകരമാണ് മിഥുൻ്റെയും ചേട്ടൻ്റെയും സംസാരം കേൾക്കാൻ. മുട്ടയും മുളകും മിഥുന് കൊടുത്ത ചേട്ടൻ്റെ നല്ല മനസ്സാണ്. ഞാൻ വന്നാൽ എനിക്ക് കോഴി മതി, അതാകുമ്പോൾ മുട്ട എന്നും കിട്ടുമല്ലോ. ഇന്ന് സരിത കുട്ടിയുടെ പാട്ട് കേൾക്കാനിട്ടൊരു സുഖമില്ല. അതെ. അടുത്തത് ഉഷ. മുളക് ചെടിയുടെ അടുക്കൽ അജു എത്തിയപ്പോൾ എനിക്ക് പേടിയാണ്, കാരണം ഉടനെ പൊട്ടിച്ച് അകത്താക്കിയിട്ട് കാണിക്കുന്ന പെർഫോമൻസ് കണ്ടാൽ സഹിക്കില്ല. അടുത്തത് കിങ് ഗെയിമർ. ഒരു കാര്യം ഞാൻ പെട്ടെ, അത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതല്ല കേട്ടാ. ഞാൻ മുളക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ കടിച്ച് തിന്നും. അതിപ്പോൾ ഒരു വാശി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, തിന്നും. വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നല്ല, ഞാൻ പണ്ട് തിന്നാറില്ലേ? ഞാൻ കണ്ടിട്ടില്ല, നിന്നെ പണ്ട് കാണിച്ചിട്ടല്ലേ ഞാൻ തിന്നണത്. കിങ് ഗെയിമർ. പൊട്ടത്തരങ്ങളുടെ രാജാവ് അജു. വെള്ളക്കാന്താരി കടിച്ചു തിന്നാൻ ബോധക്കുറവ് തന്നെയാണ്. സരിത വലങ്കയ്യായി ഉള്ളതുകൊണ്ട് മാത്രമാണ് അജു വളരുന്നത്. സമാധാനമായില്ലേ? ആൾക്കാരോരോന്ന് പറയുന്നുണ്ടാ. ഇനിയെങ്കിലും മുളക് കടിച്ച് തിന്നിരിക്കും കേട്ടാ. കണ്ട, മൂളലിന് ശക്തി കുറവ്, അതായത് ഇനിയും തിന്നുന്നർത്ഥം. തിന്നില്ല. അടുത്തത് മുഗാമി കുമാരി. ഹായ്, നല്ല പേരല്ലേ, മുഗാമി കുമാരി. ആ പാവം അജുവിനെ മുളക് തീറ്റിച്ചൂലേ ക്യാമറാമാൻ. അജു പാവാണ് കേട്ടാ, അജുവിൻ്റെ കളങ്കമില്ലാത്ത മനസ്സാണ്. വെറുതെ പറഞ്ഞതാവുള്ളൂ, അത് കണ്ടിട്ടുണ്ടാവില്ല ഇതുവരെ ചേട്ടൻ കഴിക്കണത് കേട്ടാ. മുളക് എരിവുണ്ടോ എന്ന് പറഞ്ഞാൽ അത് കടിച്ചു നോക്കിയേ എന്ന് വെറുതെ പറഞ്ഞതാ. പറയലും കടിക്കലും കഴിഞ്ഞു. അടുത്ത് അസ്ലാം ചെമ്പൻകുഞ്ഞ്. സരിത ചേച്ചി ഇല്ലാത്തത് കൊണ്ട് അജുവേട്ടൻ്റെ ആറാട്ടായിരുന്നു ഈ എപ്പിസോഡ്. ഇച്ചിരി മണ്ടത്തരങ്ങളും ഫുൾ ആക്റ്റീവ്, മുളക് തിന്ന് ഓടുന്ന രംഗം. ചേച്ചി ഉണ്ടെങ്കിൽ പകുതി ഡയലോഗ് ആവുമ്പോഴേക്കും അണ്ണാക്കിൽ തിരിവെച്ച മറുപടി കൊടുക്കും. അത് കേൾക്കാൻ നല്ല രസമാണ്. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വിലയേറിയില്ല. ഇന്നത്തെ എപ്പിസോഡ് അത് തെളിയിച്ചു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കോംബോ പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. ഒരാളുടെ കുറവ് പോലും ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നു. അസുഖം മാറി ഹാപ്പി ആയിട്ട് തിരിച്ചു വരൂ ചേച്ചി. മിഥുൻ ചേട്ടാ, ഞങ്ങളും നിങ്ങളുടെ ഫാമിലി തന്നെയാണ്, ആരുമില്ല എന്നൊരു തോന്നൽ വേണ്ട. ഒരുപാട് സ്നേഹത്തോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, സ്വന്തം ചെമ്പൻകുഞ്ഞ്. ഗിരിപ്രസാദ്. അജുവേ, ഒരുപാട് പ്രായമുള്ള ആളുകളോട് ബഹുമാനം വേണം. ഇത് ബഹുമാനം കൊടുക്കാത്തത് മാത്രമല്ല, പല്ലും പോയി വയ്യാത്ത പാവം ഹാക്സോ ബ്ലേഡിനെ കൊണ്ട് പണിയെടുപ്പിച്ചതും ശരിയായില്ല. പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം, പല്ല് പോയി വയസ്സനായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ആയ കാലത്ത് എങ്ങനെയായിരിക്കും ഊഹിക്കാമല്ലോ. ഇനി പാവം ഹാക്സോ അമ്മാവന് റെസ്റ്റ് കൊടുക്കണം. നിതിൻ്റെ ശബ്ദം കേട്ടാൽ സിനിമാ നടൻ സൗബിൻ്റെ ശബ്ദം പോലെ ഉണ്ട്. സരിത പഴയ പോലെ അടുത്ത വീഡിയോയ്ക്ക് ഉഷാറാവട്ടെ. ശരി. അപ്പോൾ പഴയ ആളുകൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അതിന്റെ ബ്ലേഡ് മാറ്റിയിടാ വേണ്ടോ? അല്ലേ? ബ്ലേഡ് ഉണ്ടായിരുന്നില്ലല്ലോ.
ഉള്ളത് കൊണ്ട് വെച്ച് പറ്റി ഒരിക്കലും മുറിയില്ലെന്ന് ചോദിച്ചാണ്. പക്ഷേ ഇത്രയ്ക്കും വലിയ സാധനങ്ങളൊക്കെ മുറിഞ്ഞു. റെജി രാജൻ, നിതിൻ ഫാൻസ് ഇവിടെ കമോൺ. ലോകപ്രശസ്ത യൂട്യൂബ് ചാനലായ അജൂസ് വേൾഡിൻ്റെ ക്യാമറാമാന് ഷൂട്ടിങ്ങിന് വരാൻ ബൈക്കില്ലെന്നു. മഹാകഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആ പാവത്തിനൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കൂ പ്ലീസ്. ലൈസൻസ് ഇല്ല. അതന്നെ, ബൈക്ക് വാങ്ങിച്ചു കിട്ടിയാലും ലൈസൻസ് ഒന്നും ഇല്ല ആൾക്ക്. അടുത്തത് രഹന ആസ്മി. എല്ലാ വീടും ചുറ്റുപാടും സൂപ്പർ. അടുക്കള ഭാഗങ്ങൾ കൂടുതൽ ഭംഗിയും വൃത്തിയും. അത് സജീൻ്റെ വീടിൻ്റെ മറ്റേ ഈ ഫെൻസിങ് അതിലത്തെ കമൻസ് അല്ലേ. അതിലത്തെ കമൻറ്റുകളൊക്കെ വായിച്ചോ. അടുത്തത് നിയാസ് എൻ അച്ചു എന്നാണോ അതോ നിയാസ് നാച്ചു എന്നാവൂല്ലേ. അത് കലക്കി. സരിത ചേച്ചി അജുവേട്ടൻ്റെ ആഗ്രഹം നുള്ളിക്കളഞ്ഞത്. ഇല്ലെങ്കിൽ ട്രീ ഹൗസ് പോലെ ഓരോരോ ആഗ്രഹങ്ങൾ വന്നേനെ. ഈ കമൻറ്റ് വീഡിയോയിൽ വായിക്കണേ. അജുചേട്ടൻ്റെ എക്സ്പ്രഷൻ നോക്കാനാ. അല്ല, മുളയിലെ നുള്ളിയിലോ ഇവിടെ വെക്കാന്ന് പറഞ്ഞത് അത്. അടുത്തത് ബീന കുമാർ. സജീവ്സ് ഹോം ആൻഡ് സറൗണ്ടിങ്സ് ലുക്സ് ദ ബെസ്റ്റ്. ഹിസ് റിസർച്ച് ഓൺ മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മേക്സ് അറേഞ്ച്മെൻറ്റ്സ് വാട്ട് എവർ ഇറ്റ് മേ ബി ലുക്സ് വെൽ പുട്ട് ടുഗെദർ. ഹോം എലിവേഷൻ ആൻഡ് ദ ഹാങ്ങിങ് പ്ലാന്റ്സ് മേക്സ് ഹിസ് ഹോം സോ വെൽക്കമിങ് ആൻഡ് ബ്യൂട്ടിഫുൾ. അതിമനോഹരമാണ്. അതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നല്ല ചെല്ലാറ്. ഞങ്ങൾ ഏത് സമയത്ത് ചെന്നാലും വൃത്തിയായിരിക്കും. അപ്പോഴാണല്ലോ വൃത്തിയാക്കുക. മുന്നേ നമ്മൾ പറയേണ്ടി വരും ഞങ്ങൾ വരുന്നു ഷൂട്ട് ചെയ്യാൻ. പക്ഷേ സജീവൻ്റെ അവിടെ പറയേണ്ട ആവശ്യമില്ല. അടുത്തത് കുഞ്ഞീസ് ലിറ്റിൽ ഡാൻസ് വേൾഡ്. നിങ്ങളുടെ മനസ്സുപോലെ സുന്ദരമാണ് വീടും പരിസരവും. ഒരിക്കൽ വന്ന് കാണാൻ തോന്നുന്നു. തീർച്ചയായും വരും. സിന്ധു എസ്. പൊളപ്പനാക്കി സജീവൻ. എന്തായാലും ഇനി അവിടെ എല്ലാവരും ചെയ്യാൻ സാധ്യതയുണ്ട്. മുളയിലെ നുള്ളുണ്ടായിരുന്നു. ഓരോ കോമ്പൗണ്ടും അടച്ചെടുക്കുന്നതിൽ തെറ്റില്ല. സ്നേഹം മനസ്സിലുണ്ടായാൽ മതി. കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം ആവശ്യം തന്നെ. ഇഷ്ടമായി. വെക്കാൻ നമ്മുടെ ഫ്രണ്ടിൽ വെക്കാൻ കുറച്ച് കാശ് മാത്രമല്ല, കുറച്ച് അതിനൊരു എന്താ പറയുക, ചില പ്രതിബന്ധങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം പറയണില്ല, അതിങ്ങനെ കാണിച്ചു തരണം എന്നാലേ മനസ്സിലാവുള്ളൂ. പണിയുണ്ട് കുറച്ച്, അതുകൊണ്ടാണ്. അടുത്തത് പത്മനാഭൻ നായർ. ജയശ്രീ ഡൽഹി. എന്തൊരു റിലാക്സേഷൻ ആണ് നിങ്ങളുടെ. ജയശ്രീ ചേച്ചി ഡൽഹിയിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. ആളുടെ ആ അക്കൗണ്ടിൽ കൂടിയാണ് കമന്റ് ഇടണേ. എന്തൊരു റിലാക്സേഷൻ ആണ് നിങ്ങളുടെ വ്ളോഗ്. പ്രീതി ഷാജൻ. ഒരു പാചക റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഓ ആണല്ലേ. പ്രീതി ഷാജൻ. അജുവിൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ്. എന്തോ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. ഭയങ്കര സന്തോഷം. അൽഫോൻസ സേവ്യർ. സരിക്കുട്ടി എന്താ അഭിനയം. പിടിച്ചുകൊണ്ടുള്ള നിൽപ്പ് അജു പൊളിച്ചു. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്നൊക്കെ പറയണല്ലേ. അടുത്തത് പ്രേമാമലയത്ത്. അടാർ ലുക്ക്. സജീവൻ നല്ലൊരു കലാകാരൻ. എല്ലാവരും ഒരേപോലെ സൂപ്പർ. ഏറ്റവും നല്ലത് ആരാണെന്ന് തിരഞ്ഞെടുക്കാൻ പ്രയാസം. ചാമ്പയ്ക്ക ചുവന്ന പരവതാനി വിരിച്ച് കെടുക്കുന്നു. നിങ്ങളുടെ കൂടെ കൂടി. അത് കലാകാരൻ ഐഡിയയിൽ കൂടുതൽ സജീവൻ തന്നെയാണ് ഇവിടെ എല്ലാവരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത്. സജീവൻ നല്ല പറഞ്ഞില്ലേ ഡിസൈനൊക്കെ വരയ്ക്കാൻ ചില്ലറ തുടങ്ങിയേക്കണേ. ഡിസൈൻ ഇടല് കമ്മലുകളുടെ സമ്മതിക്കണം സജീവന്. കാരണം 100-200-500 ജോഡി കമ്മല് ആണ് ഓരോ ദിവസം പണിത് കൊണ്ടുപോവുക. ഈ 500 ജോഡി കമ്മല് വേറെ വേറെ ഡിസൈനുകൾ ഉണ്ടാക്കണ്ടേ. ഇന്ന് കൊണ്ടുപോയ ഡിസൈൻ തന്നെ നാളെ പറ്റില്ലല്ലോ. അപ്പോൾ പണിയെടുക്കില്ല. നമ്മൾ ഒരേ ഡിസൈൻ തന്നെ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത സാധനം കൊണ്ടു ചെന്നാൽ കടക്കാരത് റിജക്റ്റ് ചെയ്യും. അപ്പം ഇത്രയും ആ പണി മുഴുവൻ ചെയ്ത പണിക്കാർക്ക് നമ്മൾ കൊടുത്ത കൂലിയും ഒക്കെ വേസ്റ്റ് അല്ലേ. അത് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ഉരുക്കി ആദ്യമേ ഉടച്ച് പിന്നെ വേറെ പണിയണ്ടേ. ചില കമ്മലുകളൊക്കെ ഭയങ്കര സൂപ്പർ ആവാറുണ്ട് കേട്ടാ. കടക്കാരൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട് പാപ്പനെ. ഇത് ഇങ്ങനെയാ. സജീവൻ കേൾക്കില്ല. സജീവൻ ഇവിടെയാണല്ലോ, കടയിലേക്ക് പോകണില്ലല്ലോ. കടയിലേക്ക് ഇവർക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർക്കത് കേൾക്കാം. ഇതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡലുകൾ നിങ്ങളുടെ തലയിൽ വരണേന്നൊക്കെ ചോദിക്കും കടയിൽ. ഞാനും ചോദിച്ചിട്ടുണ്ട് സജീവൻ്റെ അടുത്ത്, ഇതെങ്ങനെയാണ് ഇങ്ങനെ വേറെ വേറെ ഡിസൈൻ വരണേ. അപ്പോൾ പറയും ചേച്ചി ഓർഡറാണ്, നമുക്ക് നാളെ ഇത്രയ്ക്ക് ജോഡി കൊണ്ടുപോകണം.
കൊണ്ടുപോയേ പറ്റൂ. അപ്പൊക്കെ തന്നെ വരും, വരാണ്ട് രക്ഷയില്ല എന്ന് പറയും. പാവം തോന്നൂട്ടാ. അടുത്തത് സനം അജു. അനിയന്മാരെ പാപ്പൻ എന്നാണോ ചേച്ചിമാർ വിളിക്കുക? അന്നൊരിക്കൽ സീമ ചേച്ചി അജു ചേട്ടനെ അങ്ങനെ വിളിക്കുന്നത് കേട്ടു. അതെ, എനിക്കും ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അത്ഭുതമായിരുന്നു. ചേച്ചിമാരൊക്കെ അനിയന്മാരെ പാപ്പൻ പാപ്പൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് അവരങ്ങനെ വിളിച്ച് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ വിളിക്കാൻ സജീവം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ആകെ ഒരു അനിയനല്ലേ ഉള്ളൂ. ഇപ്പോൾ വലിയേച്ചിക്കാണെങ്കിൽ താഴെ 5 പേരാണ് പാപ്പന്മാർ, ചെറിയേച്ചിക്കാണെങ്കിൽ 4 പേരുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് സജീവനെ പാപ്പൻ എന്ന് വിളിക്കാനും ബുദ്ധിമുട്ട്, പേര് വിളിക്കാനും ബുദ്ധിമുട്ട്. കാരണം ഞാൻ വളരെ ചെറുതാണ്. എന്നെക്കാളും 10 വയസ്സിന് 11 വയസ്സിനാണ് മൂത്തതാണ് സജീവൻ. ഇത്രയും വയസ്സിന് മൂത്ത ആളെയൊക്കെ പേര് വിളിക്കുക, എടാ നീ എന്നൊക്കെ വിളിക്കുക, അതും പറ്റണില്ല. അപ്പോൾ പിന്നെ അതിനേക്കാളും സുഖം പാപ്പൻ എന്ന് വിളിക്കുക. അങ്ങനെ ആ വിളിയിൽ നമ്മൾ കംഫർട്ടബിളായി മാറി. അടുത്തത് രാജി സുശീലൻ. എന്ത് ഇഷ്ടമാണെന്നറിയോ നിങ്ങളുടെ വീഡിയോ കാണാൻ? വന്നാൽ ഉടൻ കാണും, എന്ത് തിരക്കുണ്ടെങ്കിലും. സന്തോഷം. അടുത്തത് സുനില വിജയ്. എല്ലാ വീടും അടിപൊളി, സ്വപ്ന സദൃശം. പിന്നെ മീൻകുളവും കോഴിക്കോടും ഒക്കെ എത്രയധികം പൈസ ചിലവാക്കി ഉണ്ടാക്കിയാൽ വലിയ നഷ്ടമല്ലേ? അത് കുറേ നമ്മളിത് ലാഭം നോക്കിയിട്ടല്ലല്ലോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മനസ്സിന് സന്തോഷം, മനസ്സിന് കണ്ണിന് ആനന്ദം, അത് ഇതൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ, അത് നമുക്ക് പൈസയേക്കാളും ചില മൂല്യങ്ങളുണ്ടല്ലോ. എല്ലാവരും ഭംഗിയാക്കും. നമ്മൾ പിന്നെ ചാനലുള്ളത് കൊണ്ട് ചാനലില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും, ചിലപ്പോൾ വീടൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാവും, ടൈൽസൊക്കെ ഇവിടെയൊക്കെ കാശ് ഉണ്ടാകുമ്പോൾ മരങ്ങളൊക്കെ മണ്ണൊക്കെ ഒലിച്ചു പോയി വേര് പൊന്തിയൊക്കെ പ്രശ്നമായി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്തേനെ, അല്ലാണ്ട് ഈ ഭംഗിയാക്കലില്ലേ അതൊന്നും ചെയ്യില്ല. മിനി കുഞ്ഞൻ. സജീവൻ ഒരു സംഭവം തന്നെ, നിങ്ങളുടെ വീഡിയോ കണ്ടാൽ ഒരു ടൂറ് പോയ ഫീലിംഗ് ആണ്. അടുത്തത് വിനോദ് വയൽവാരം. ചെറിയേട്ടൻ പറഞ്ഞ എത്ര ശരിയാണ്, നമ്മുടെ നാട് എത്ര സുന്ദരമാണ്, കാണാൻ എത്ര ഭാഷകൾ, സംസ്കാരങ്ങൾ, വൈവിധ്യങ്ങൾ. പറഞ്ഞ് കറക്റ്റാണ്. പിന്നെ വീട് എല്ലാവരുടെയും സൂപ്പർ തന്നെ. നിങ്ങളുടെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ ചെയ്യണം, സൂപ്പറാകും. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും ഈ വേലിയിട്ട് ഭയങ്കര ഭംഗിയൊക്കെയാവും, കാശ് വേണ്ടായിരിക്കും. ജെമിനി അച്ചു. സരിതക്കുട്ടി, അജു ബ്രോ, ജഗ്ഗു. എനിക്ക് നിങ്ങളുടെ വീടിൻ്റെ പരിസരം കണ്ടിട്ട് ശരിക്കും കുശുമ്പ് തോന്നുക, സങ്കടം വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നത് എൻ്റെ സ്വപ്നമാണ്, പക്ഷേ നടക്കില്ല. ആകെ 5 സെൻറ്റ് സ്ഥലം, അതിലൊരു വീട്, പിന്നെ എന്തു ചെയ്യും? സജീവൻ്റെ വീടും പരിസരം എന്തൊരു ഭംഗിയാണ്. സരിതക്കുട്ടിയുടെ മോശമാണെന്നല്ല, അതെപ്പോഴും പറയുന്നതാണല്ലോ. സൂപ്പർ, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും ഇഷ്ടമായി സജീവൻ്റെ പരിസരം. വൗ, 5 സെൻറ്റ് സ്ഥലമായാലും നമുക്ക് ചെയ്യാലോ. നമ്മുടെ അപ്പം കൂടുതൽ നിൽക്കണ സ്ഥലമില്ലേ, 5 സെൻറ്റ് അത് കറക്റ്റ്. അപ്പോൾ പ്രേമൻ, നമ്മുടെ സുഹൃത്ത് പ്രേമനൊക്കെ വന്നിട്ട് പറഞ്ഞേ, ഇത് ആ മൂല തന്നെ ഈ വീട് അതേപോലെ തന്നെ ഈ ഗേറ്റൊക്കെ വെച്ചിട്ട് എന്ത് കുറേ മിറ്റവും കാര്യങ്ങളൊക്കെ ഈ പുല്ല് പിടിപ്പിച്ച് ചെടിയൊക്കെ വെച്ചിട്ട്, അതായത് നമ്മുടെ കുടിലില്ലേ, ആ കുടിൽ വീടിൻ്റെ ലിവിങ്, ഡൈനിങ് കം അടുക്കള 3 കൂടിയത്. അത്രയ്ക്ക് തന്നെ സ്ഥലം, ഇപ്പുറത്തെ അമ്മീര ഭാഗത്ത് അത്രയ്ക്ക് തന്നെ സ്ഥലം എടുക്കുക. എന്നിട്ട് അത് ബെഡ്റൂമും ഒരു ബാത്റൂമും അതിൽ മതി. ഒരു ബെഡ്റൂം ബാത്റൂം അത്ര മതിയെന്ന് ഒരാൾക്ക്. ഇപ്പോൾ ഒരു ഫാമിലി, ഇപ്പം ഞാനും ചേട്ടനുള്ളൂ, ജഗ്ഗൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ രണ്ടാളുള്ളെങ്കിൽ അത്ര മതിയില്ലേ. അതാവുമ്പോൾ അടിക്കാനും തുടയ്ക്കാനും ക്ലീനാക്കി ഇടാനൊക്കെ നമുക്ക് എളുപ്പം. ആകെ ഇത്തിരി സ്ഥലമുള്ളൂ, നമുക്ക് അത്രേ വേണ്ടോ. ബാക്കി ഭാഗം മുഴുവൻ നമുക്ക് നല്ല ഗാർഡനാ, കൃഷിയാ, അതിനാക്കി ഇങ്ങനെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത്ര പോരെ മനുഷ്യന്. എന്തിനാ വലിയ വീടുമ്പിലേക്കൊക്കെ പോകണേ? അഭിപ്രായങ്ങൾ. ഗീത എം കെ. ശരിക്കും കേരളത്തിലെ ജനങ്ങൾ താമരശ്ശേരി കുടുംബത്തെ മാതൃകയാക്കിയിരുന്നെങ്കിൽ കേരളം എത്ര സുന്ദരമായേനെ. അല്ല, മാതൃകയാക്കാൻ ഉള്ള ആഗ്രഹം മാത്രം പോരല്ലോ, പൈസയും കൂടിയും വേണ്ടേ. എല്ലാവരും സ്ഥലം വേണം, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്നവരാണ് പലരും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ വീടും ഇങ്ങനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആവശ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇതൊരു ആവശ്യമാണ്, ഇങ്ങനെ ചെയ്തേ പറ്റൂന്നില്ലല്ലോ. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസവും പഠിപ്പും ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ച് നമുക്ക് പൈസ ഉണ്ടെങ്കിലാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് സ്റ്റാർസ് ആൻഡ് ബെൽസ്. അജൂസ് വേൾഡിൻ്റെ മുമ്പിലും വെക്കണം ഫെൻസ്, പക്ഷേ ഹൈറ്റ് കൂട്ടരുത് കേട്ടോ. സിക്സാഗ് മോഡൽ ഭംഗിയായിരിക്കും. സജീവേട്ടൻ്റെ ഫെൻസ് 1 സൈഡ് ഫസ്റ്റ് കാണിച്ചത് ഹൈറ്റ് കൂടിപ്പോയി, അകം കാണാൻ പറ്റാത്ത പോലെ മറഞ്ഞു, അതിൻ്റെ ലുക്ക് കളഞ്ഞു. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഹൈറ്റായി. എല്ലാവരും ഇങ്ങനെ ഫെൻസ് ചെയ്യുമ്പോൾ യൂറോപ്പിൽ പോയൊരു ഫീല് ആകും. ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞുള്ള ഡിസംബർ അവിടെ മുഴുവൻ ഞാൻ സങ്കല്പിച്ചു നോക്കിയപ്പോൾ തോന്നിയതാണ്. നിറയെ ഗാർഡൻ, പിന്നെ ഫെൻസിങ്ങും കോഴികളും. അവിടെ അങ്ങനെ മഞ്ഞ് പെയ്യുന്ന ഒരു പ്രഭാതം. രാവിലെ സരിത ഉറക്കം എഴുന്നേറ്റ് വന്നു. പുറത്ത് 2 കൈകളും സ്വയം പൊതിഞ്ഞ് ആ തണുപ്പും
മഞ്ഞിൻ്റെയും മറ്റും ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നത്. എന്ത് രസമാണല്ലേ. അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് കാത്തിരിക്കുന്നു. അന്ന് എൻ്റെ ഈ കമൻറ്റിനെ കുറിച്ച് പറയില്ലേ സരിതേ. ഒരുപാട് സ്നേഹവും ഇഷ്ടവും. ജഗ്ഗുവിനെ കണ്ടില്ല, മോൻ എക്സാം ആണ്, എങ്കിലും വീഡിയോസ് ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ. അനിലേട്ടനും ചെറിയേട്ടനും എല്ലാ അന്വേഷണം. ചേച്ചി വേഗം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊരു നല്ല മനോഹരമായ സങ്കല്പങ്ങളല്ല ഓരോരുത്തരെ. യൂറോപ്പ് പോയ പോലെ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനത്തെ ഫെൻസ് വെച്ചും ചേരിക്കും. അപ്പം ഇതിനുള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ റോഡ് ശരിയാക്കണം കേട്ടോ. റോഡ് നല്ല ഇൻ്റർലോക്കൊക്കെ വിരിച്ച് ഭംഗിയാക്കേണ്ടി വരും. അടുത്ത് അനിത സജീവ്. ചെറിയേട്ടനെയും ചേച്ചിയും ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു, സംസാരിച്ചു. അയോധ്യയിൽ പോകുന്നു എന്ന് പറഞ്ഞു. അജൂസ് വേൾഡ് വഴി ഫാമിലി എല്ലാവരും ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു ദിവസം വരുന്നുണ്ട്, കൂടെ മിനി ചേച്ചിയും ഷാർജ ഉണ്ടാകും. തീർച്ചയായിട്ടും വരും. ചേട്ടൻ പറഞ്ഞു അയോധ്യ അവിടെ വെച്ചിട്ട് ആരെയാണ് കണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ രാഗി ആൻഡമാനിൽ പോയിട്ടൊരു ചേച്ചി, ഗ്ലാഡിസ് എന്ന് പറഞ്ഞ ചേച്ചി, രാഗി സജീവന് പ്രാവശ്യം ആൻഡമാനിലേക്ക് പോയതേ. അപ്പോൾ അവൾ പറയാം ടൈറ്റ് ഷെഡ്യൂളാണ്. കൃത്യം ഇത്ര മണിക്ക് ഇന്ന സ്ഥലം, ഇത്ര മണിക്ക് ഇന്ന സ്ഥലം, അവിടെ നിന്ന് കറങ്ങുന്നു, ഇത്ര മണിക്ക് ഇവിടെ എത്തുന്നു, തിരിച്ചെത്തുന്നു. അങ്ങനെ രാത്രി ഹോട്ടലിൽ തിരിച്ചെത്തി, പിന്നെ പുലർച്ചെ വീണ്ടും 2 മണി 3 മണിക്ക് എഴുന്നേറ്റിട്ടുള്ള പിന്നത്തെ സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. അതിൻ്റെ ഇടയിലും അങ്ങനെ എവിടെയോ അവൾ ഇരിക്കുക. അപ്പം ഉണ്ട് അജുവേട്ടൻ്റെ സരിത ചേച്ചി സൗണ്ട്. ഇവിടെ എന്താ നിങ്ങളുടെ വർത്താനം കേൾക്കണമെന്ന് വെച്ച് നോക്കി വേണ്ട. അവളുടെ അവിടെ നിന്ന് കുറച്ച് നീണ്ടൊരു ചേച്ചി നമ്മുടെ വീഡിയോ അതിൻ്റെ ഇടയിൽ ഇരുന്ന് കാണുകയെന്ന്. അപ്പോൾ ആ ചേച്ചി ആ ടൂറിൻ്റെ ഇടയിൽ പോലും ആ വീഡിയോ അന്ന് വന്ന വീഡിയോ മിസ്സാക്കാണ്ടേ കാണാനിരിക്കുകയെന്ന് പറയാം. അപ്പോൾ എന്തുമാത്രം സ്നേഹം ഇത് ഉണ്ടായിട്ട് വേണം അങ്ങനെയെന്ന് പറയായിരുന്നു. അവൾ അന്ന് പറഞ്ഞതാട്ടാ. ഞാനത് വീഡിയോയിൽ പറയാൻ മറന്നുപോയി. അപ്പോൾ ആ ചേച്ചി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഗ്ലാഡിസ് എന്ന് പറഞ്ഞ ചേച്ചി വീഡിയോ. അടുത്തത് ദർശന പ്രദീപ്. സജീവൻ്റെ വീടിൻ്റെ പരിസരം കാണാൻ എപ്പോഴും വേറെ ലെവലാണ്. സ്വന്തമായി എല്ലാം ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്തം. അതെ, അത് നമ്മൾ ചെയ്യാനുള്ള ഐഡിയ മാത്രം വന്നാൽ പോരാ, അത് സ്വയം ചെയ്ത് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതും കൂടി ഉണ്ട് പാപ്പൻ സജീവന്. ഇതൊരു സൈഡ് പ്രൊഫഷനാക്കി മാറ്റാൻ പറയൂ. ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗാർഡൻ സെറ്റിംഗ് ചെയ്യാൻ കഴിവുണ്ട്. ഹീ ക്യാൻ ഓൾവേസ് ട്രൈ ദാറ്റ്. ഡിസൈനിങ് അതിപ്പോൾ വീട് എന്നല്ല, വീടിൻ്റെ ഉൾഭാഗമായാലും വീടിൻ്റെ പുറം ഭാഗമായാലും ഒക്കെ ഭയങ്കര ഐഡിയകളാണ് സജീവൻ. വീടിൻ്റെ ഉൾഭാഗം തന്നെ കുറേ ഉണ്ട് ശരിക്കും കാണാൻ, സജീവൻ്റെ വീടിൻ്റെ ഉൾഭാഗം. പിന്നെ അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ ഹോം ടൂർ കാണിക്കണ പോലെയൊന്നും അവരെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്ത. എത്രയോ വർഷം മുന്നേ പണിതിട്ടുള്ള വീടായാൽ പോലും അതിനൊരു റിനോവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല സജീവൻ്റെ വീടിൻ്റെ ഉൾഭാഗം. അതുപോലെ ഭയങ്കര ആ സമയത്തൊന്നും നമ്മൾ കേട്ടുകേൾവിയും കണ്ടുപരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ പാപ്പൻ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഷറഫ് മുഹമ്മദ്. സരിത ഇങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ സിനിമയിലേക്കൊരു ചാൻസ് സുരേഷ് ഗോപിയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്തുകൂടെ? മനസ്സിലായി നമുക്ക് പാർക്കാൻ. ഡോക്ടർ ഉണ്ണിക്കുട്ടൻ. ചെറിയേട്ടൻ പറ വളരെ ശരിയാണ്. ഈ ലോകത്തിൻ്റെ മൊത്തം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ സത്തെല്ലാം ഊറ്റിയെടുത്ത് ഉണ്ടാക്കി വെച്ചതാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഒന്ന് കറങ്ങി വന്നാൽ തന്നെ ഭൂമി മൊത്തം കണ്ടതിന് തുല്യമാണ് അല്ലേ? എത്ര മനോഹരമാണ് താമരശ്ശേരിയിൽ ഓരോ കൂടും. വീടും പരിസരവും കാത്തു സൂക്ഷിക്കാനും മൂടി പിടിപ്പിക്കാനുള്ള കഴിവിൽ താമരശ്ശേരി കുടുംബം ഒന്നാമതാണ്. നിങ്ങളുടെ മണ്ണിനെ നിങ്ങൾ സ്നേഹിക്കുന്നതിനും പരിപാലിക്കുന്നതിനും 100 മടങ്ങ് അത് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തു കൂടെ ആ വേലി കെട്ടുവാൻ ഉള്ള അജുവേട്ടൻ്റെ ആഗ്രഹത്തിനോട് ഞാൻ യോജിക്കുന്നു. സരിതേച്ചി അത് മുളയിലെ നുള്ളിക്കളയല്ലേ. ട്രീ ഹൗസും വേലിയും കൂടെ മുൻഭാഗത്ത് വന്നാൽ പിന്നെ അജൂസ് വേൾഡ് വേറെ ലെവൽ, ഒരു വണ്ടർലാൻഡ് പ്രതീതി. അതുകൊണ്ട് അജുവേട്ട ആ പ്ലാൻ ഉപേക്ഷിക്കേണ്ട. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാ. സ്നേഹപൂർവ്വം ഡോക്ടർ ഉണ്ണിക്കുട്ടൻ. അതിലെത്ര മനോഹരമായിട്ട് നമ്മുടെ വീടിന് കാണണമെന്നറിയോ? അല്ല, ഭാവനയിൽ കാണുന്നുണ്ട. ലാമി ലൈഫ്. നമുക്ക് പറമ്പിൻ്റെ മൂലയിൽ പക്ഷേ അങ്ങനെ പണി ചെയ്താലും അപ്പോഴേ കമൻറ്റ് വരും, ഈ കാശൊക്കെ വല്ല പാവങ്ങൾക്ക് കൊടുത്തുകൂടെ, കാശിൻ്റെ കുത്തിക്കളപ്പ്. ലാമി ലൈഫ്. നമുക്ക് പറമ്പിൻ്റെ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന പുകയില്ലാത്ത അടുക്കളയിൽ ഒന്ന് പോയി രാപ്പാർക്കാം. അതിരാവിലെ എഴുന്നേറ്റ് കൃഷിയിടത്തിലെ വിളകൾ പൂത്ത് തളിർത്തുവോ എന്നും ചെടികൾ വേരുപിടിച്ചുവോ എന്നും പൊക്കി നോക്കാം. ശേഷം അത് അവിടെ നിന്നും മാറ്റി പറിച്ച് നടാം. അജൂസ് വേൾഡിലെ സോളമൻ. ഇത് നമുക്ക് ഒരെണ്ണം പറയണം കേട്ടാ, നല്ല രസമുണ്ട്. റിതം ഓഫ് നേച്ചർ. സന്തോഷം പ്ലസ് സമാധാനം പ്ലസ് സ്നേഹം പ്ലസ് സംതൃപ്തി ഈക്വൽസ് അജൂസ് വേൾഡ്. ഷട്ടറിസ്റ്റ. വാവ്, ലാസ്റ്റ് മ്യൂസിക് നല്ല ഫീലിംഗ്, ബട്ട് വീഡിയോ കഴിയുകയല്ലേ എന്ന വിഷമവും. ആ സമയത്ത് നല്ല മഴയും കൂടി ഉണ്ടെങ്കിൽ എന്ന് ആലോചിച്ചു നോക്കൂ. ഓൾഡ് മെമ്മറീസ്. നമ്മുടെ തറവാട് വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. 80s കിഡ്സ് ആയതുകൊണ്ട് എല്ലാം അറിയാം. സൂപ്പർ വീഡിയോ.
ആ ചാള വറുത്തതും മറ്റേ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചതല്ലേ. ശ്രീദേവി സുരേഷ്. അയ്യോ പിന്നെ ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ കൊതിയാവാ. ചാള വറുത്തതും ചേന എരിശ്ശേരിയും കണ്ട് കൊതിയായി. നിങ്ങളുടെ വിശേഷങ്ങൾ കണ്ട് വേഗം തീർന്നുപോയി. അനിലേട്ടനും വന്നത് നന്നായി. അജുചേട്ടൻ പഴയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ കുട്ടിക്കാലം ഓർമ്മ വന്നു. ഞങ്ങൾക്കും പണ്ട് പാടവും കൊയ്ത്തും മെതിയും ഒക്കെ ഉണ്ടായിരുന്നു. കൊയ്തെടുക്കുമ്പോൾ അമ്മ മുറ്റം മുഴുവൻ ചാണകം മെഴുകുമായിരുന്നു. വലിയ പായ വിരിച്ച് ഞങ്ങൾ എല്ലാവരും മുറ്റത്ത് കിടന്നുറങ്ങിയ കാലം ഉണ്ടായിരുന്നു. നല്ല സുന്ദരമായ കാലമായിരുന്നു. ഇന്ന് വീടിൻ്റെ വാതിൽ അടച്ചത് എത്ര വട്ടം ഉറപ്പ് വരുത്തിയിട്ടാണല്ലേ ഉറങ്ങുന്നത്. അന്ന് അങ്ങനെയൊന്നുമില്ല. അന്ന് എടുത്തു കൊണ്ടുപോകാനായിട്ട് പിള്ളേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വീടുകളിലൊരു ഒരു ഒരു പൊന്നിൻ്റെ തരി പോലും ഉണ്ടാവില്ല. കള്ളന്മാർക്ക് കക്കാനായിട്ട് ഇപ്പോൾ പാടത്തും പറമ്പിലും മറ്റേ കൊള്ളിയും വാഴക്കൊലയും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. വേറെ ഉണ്ടായിരുന്നല്ലോ. എല്ലാ വീട്ടിലും പിന്നെ കുറെ അംഗങ്ങളുണ്ടാവും, കുറെ പിള്ളേരുണ്ടാവില്ലേ. അത് കാരണം കള്ളന്മാർക്ക് കയറാനും പറ്റില്ല. അടുത്തത് സുചിത്ര. ചേച്ചി, എൻ്റെ നാടാണ് ചാലിശ്ശേരി. അവിടെ പൂരം തലേന്നാണ് മീനുകൾ ഉണ്ടാവുക. മീൻ മാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതിനെ പറയുന്നതാണ് വാണിയം എന്ന്. അതന്നെ വാണിയം. ചാലിശ്ശേരി പൂരത്തിനാണ് ഏറ്റവും കൂടുതൽ സ്രാവ് വിൽപ്പന, മീൻ കച്ചവടം ഭയങ്കര. അടുത്തത് ഷഫ്വാന. സഫ്വാന എന്താണെന്നറിയില്ല. മടുപ്പില്ലാതെ കാണുന്ന ഒരേ ഒരു വ്ളോഗ് നിങ്ങളുടേതാണ്. ചേട്ടൻ്റെ വിശദീകരണം തെറ്റിയാൽ ചേച്ചി അത് വേഗം ക്ലിയർ ചെയ്തത് നികത്തും. ചേട്ടൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. സന്തോഷം. ഡാലിയ സാബു. ഗുഡ് മോർണിംഗ്. എനിക്കൊരു ആഗ്രഹമുണ്ട്. പുതിയ അടുക്കള പണിയുമ്പോൾ ഇതുപോലെ അടുപ്പ് വേണമെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സരിതയാനും ചേട്ടൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ വേണോ എന്ന് ചോദിക്കണ്ട. അദ്ദേഹം ഫുഡ് തരുമ്പോൾ നിങ്ങളോട് വേണോ എന്ന് ചോദിക്കില്ല, കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മാത്രമല്ല നേരത്തെ വീഡിയോയിലും ഇതുപോലെ കണ്ടു. ഇപ്പോഴാണ് കമൻറ്റിൽ പറയാൻ തോന്നിയത്. ഞാനും ഉണ്ടാക്കും ഇതുപോലെ. അതല്ല, അത് വേണമെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണെന്നറിയോ? അത് എനിക്കറിയാം. അല്ലെങ്കിൽ ചേട്ടൻ രാത്രി കുറുക്കാണ് കഴിക്കാന്ന്. ഡയറ്റിങ്ങിലാണല്ലോ ആൾ, ഫുഡ് കൺട്രോളിലാണ്. അപ്പോൾ ചാളയും മറ്റേതും ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദിക്കാണ്ട് തന്നെ കൊണ്ട് കൊടുത്തു. കഞ്ഞിയാണ് ഞാൻ വേണമെന്ന് ചോദിച്ചോളൂ. എനിക്കറിയാം കഞ്ഞി അല്ല ചേട്ടൻ കുടിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചോദിച്ചു എന്ന് മാത്രം വേണമെന്ന്. പിന്നെ അല്ല ചേട്ടൻ ഒന്ന് പോയതിൻ്റെ പിന്നാലെ അവിടെ നിന്ന് മറ്റേ മിക്സിയുടെ സൗണ്ട് കേട്ടോടുന്നു കുറുക്ക് അടിക്കണത്. ശ്രീജ പി വി. മുറ്റം ഭംഗിയാക്കാൻ കൊട്ടുവടി. 90കളിൽ ദേശമംഗലം ഭാഗത്ത് ഭൂചലനം ഉണ്ടാകാറുണ്ട്. അന്ന് എല്ലാവരും നല്ല സഹകരണമായിരുന്നു. രാത്രി വാതിലുകൾ അടയ്ക്കാറില്ല. ഒരുമിച്ച് മുറ്റത്ത് പായ വിരിച്ച് കിടക്കും. എപ്പോഴാ കുലുങ്ങുന്നതെന്ന് അറിയില്ലല്ലോ. ദേശമംഗലം ഭൂകമ്പത്തിന്റെ പ്രദേശമായിരുന്നല്ലോ. എപ്പോഴും ഭൂചലനം ഇല്ലായിരുന്നു. അപ്പൊ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുറത്താണ് മിറ്റത്താണ് ആളുകൾ കിടക്കാണ്. വീടുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാല്ലേ. ദിവ്യ മനോജ്. ഹോ എൻ്റെ അജുവേട്ടാ പറഞ്ഞ് എല്ലാവരെയും പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. നമ്മൾ തൃശ്ശൂർക്കാർ അതിന് കൊട്ടോടി എന്നല്ലേ പറയുക. നിലന്തല്ലി, തട്ടാമുട്ടി, നിലന്തല്ലി എന്നാണ് കൂടുതൽ പറയുന്നു. ടെസ്ലാമൈ ഹീറോ. മീൻ പൊക്കിയെടുത്ത് അജുവിന്റെ വായിലേക്ക് കാണിച്ചിട്ട് സ്വന്തം വായിലേക്കിട്ട് അജു ഭയങ്കരൻ. ജഗ്ഗുവിന്റെ വായിലേക്ക് കാണിച്ചിട്ടോ? ഞാൻ എന്താ പറഞ്ഞേ? അജുവിന്റെ മീൻ പൊക്കിയെടുത്ത് ജഗ്ഗുവിന്റെ വായിലേക്ക് നേരെ കാണിച്ചിട്ട് സ്വന്തം വായിലേക്കിട്ട അജു ഭയങ്കരൻ. മണികണ്ഠൻ നായർ. അജുവേട്ടാ, ചാണകം മെഴുകി അവിടെ ശരിയാക്കുന്ന സാധനത്തെ കാസർഗോഡ് നിരന്തലി എന്ന് പറയും. അജുവേട്ടൻ പേരറിയാതെ പെടുമ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അജുവേട്ടൻ കേൾക്കാത്തത് പോലും അപ്പോൾ ഓർത്തില്ല. ശരി വെച്ചാൽ ഒരു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയല്ല അജു ഇങ്ങനെ എന്നൊക്കെ ഇരുന്ന് പറയുന്നു ഇതിൽ നോക്കിയിട്ട്. കുക്കിംഗ് ഫാക്ടറി. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പണ്ടത്തെ കാലം ഓർമ്മ വരിക മാത്രമല്ല അന്നത്തെ കാലത്തിൻ്റെ മാധുര്യവും മനസ്സിൽ നിറയാറുണ്ട്. എനിവേ ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി. ജീവ കുമാരൻ. അല്ലെങ്കിലും എല്ലാ പണിയും അജു തന്നെ ചെയ്യും. സരിതയെ കൊണ്ട് ചെയ്യിക്കാൻ ആൾക്ക് ഇഷ്ടമല്ല. എല്ലാ പണികളും അങ്ങനെ നമ്മൾ കൃഷിപ്പണിയുടെ കാര്യങ്ങൾ, പിന്നെ ചില കാര്യങ്ങളില്ല, മീൻ നന്നാക്കല്, നാളികേരം ചെറുക്കല്, അങ്ങനത്തെ പണികൾ സരിതയ്ക്ക് ചെയ്യാൻ ഒരു ഇഷ്ടമില്ലാത്തൊരു പണികളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യണം. അതാണ് ചേട്ടന് ഇഷ്ടമാണ്. അതാണ് അത്ഭുതം. എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണോ അത് ചേട്ടന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ മീൻ നന്നാക്കാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മീനിൽ തന്നെ മാന്തളും ചെമ്മീനും നന്നാക്കാൻ ചേട്ടന് ഇഷ്ടമല്ല. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നാക്കാൻ. അപ്പോൾ ഇത് രണ്ടും കൊണ്ടുവന്നാൽ ചേട്ടനെ ഞാൻ നോക്കാറേ ഇല്ല, ഞാൻ തന്നെ അത് നന്നാക്കുക. അത് ചേട്ടന് ഇഷ്ടമല്ല. ബാക്കിയുള്ള മീനുകൾ എനിക്ക് ഇഷ്ടമല്ല നന്നാക്കാം, പക്ഷെ അത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. മീൻ നന്നാക്കാന്ന് പറഞ്ഞാൽ ചേട്ടനൊരു ഹരമാണ്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ തറവാട് വീട്ടിൽ മീനും ചേട്ടൻ നന്നാക്കണോണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്തോരം മീൻ വേണം, കുറേ പേരില്ലേ. അപ്പോൾ മീൻകാരൻ നമ്മുടെ മീൻകാരൻ ഉച്ചയായിട്ടേ വരള്ളൂ. ഉച്ചയ്ക്ക് മീൻകാരൻ വന്നു. മിക്കവാറും അയാളുടെ ഉണ്ടായിരുന്ന മുഴുവൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ വാങ്ങിച്ചു തോന്നുന്നുണ്ട്. ചേട്ടൻ കത്തിയെടുത്ത് നന്നാക്കായിരുന്നു. എനിക്ക് എന്തോ ഒരു ചമ്മലോ നാണക്കേടോ പോലെ തോന്നി ആദ്യമായിട്ട് കണ്ടപ്പോൾ. പിന്നെ അതൊരു ശീലമായി. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മീൻ നന്നാക്കാൻ. കൃഷിപ്പണി ഞാൻ സരിതനോട് ചെയ്യിപ്പിക്കാറ്. അത് പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമില്ല. ഒപ്പം നിൽക്കും ഞാൻ, നല്ലാണ്ട് ചില ഭാരപ്പെട്ട പണികളെ അത് ചേട്ടൻ പറയും പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. പെണ്ണുങ്ങളുടെ ശരീരം ഇങ്ങനത്തെ ഹാർഡായിട്ടുള്ള പണികൾ ചെയ്യാൻ രൂപകൽപ്പന ചെയ്തതല്ല, സോഫ്റ്റാണ്. അപ്പോൾ അത് ചെയ്യണ്ടെന്ന് പറയും.
വളരെ ലക്ഷണമുണ്ട്. അടുത്തത് റിയാസ്. സരിത ചാർലിയെയും പെളിയെയും നോക്കി പറഞ്ഞു, ഇവർക്ക് പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പ്രണയലീലകൾ അങ്ങ് തുടങ്ങും. ഇത് കേട്ട് ചാർലിയും പെളിയും, എൻ്റെ കൊച്ചമ്മേ, ഞങ്ങളിവിടെ 1 വർഷം കഴിഞ്ഞു, ഇതുവരെ നിങ്ങൾ തമ്മിലുള്ളൊരു പ്രണയലീല പോലും ഒരു പൊടിക്ക് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് മാറട്ടെ എന്ന് കരുതി. എവിടെ, നിങ്ങൾക്ക് 2 പേർക്കും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ കൊച്ചമ്മയും. അപ്പം അജു, നല്ല ഇളങ്കാറ്റ്, പക്ഷെ കുലകളാടുന്നു എന്ന് പറയാൻ വന്നതാണ്, വിഴുങ്ങിക്കളഞ്ഞു. പ്രിയ ജോഷി. അജുവിൻ്റെ ഓർമ്മകൾ എൻ്റെയും സ്വന്തമാണ്. കൊതിയോടെ ഓർക്കുന്ന കുട്ടിക്കാലം. മുറ്റം മെഴുകി കറ്റയൊക്കെ അടുക്കി നിലാവിൻ്റെ വെട്ടത്തിൽ കറ്റ തല്ലിയിരുന്നു അന്ന്. നാട്ടുവർത്തമാനം കേൾക്കാൻ കൂടിയിരുന്നു നിലാവിൻ്റെ വെട്ടത്തിൽ. നാട്ടുവർത്തമാനം കേൾക്കാൻ കുട്ടിയായിരുന്ന ഞാനും ഉറങ്ങാതെ ഇരുന്നിരുന്നു അന്നൊക്കെ. ഉറക്കം വരാതെ ഇരിക്കാൻ ഇടയ്ക്ക് ശർക്കര ഇട്ട് കാപ്പി. ഭയങ്കര രസമായിരിക്കില്ല അതൊക്കെ. നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വർത്താനവും തമാശയും എന്തൊരു രസമായിരിക്കും. ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരായിരിക്കും. പണ്ട് ചക്കര കാപ്പി കുടിച്ചോർന്നല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. ലൈഫ് ടുഡേ. തലശ്ശേരിയിൽ കല്യാണത്തിന് പോകണമെന്നില്ല, ഇവിടെ കണ്ണൂർ വന്നാൽ ഞാൻ ഉണ്ടാക്കി തരാലോ എന്ന്. അയ്യോ, ഇവിടെ വീട് പറയും, ഞങ്ങളിതേ എത്തി. നിവിയ ശരത്ത്. നിങ്ങൾ പ്രായം കുറഞ്ഞു വരികയാണോ? ഇത് കണ്ടപ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. സരിതയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. കൂടെ അജുവേട്ടൻ്റെ മറുപടിയും. സന്തോഷം. അടുത്ത് ഷീന ചന്ദ്രൻ എന്നാണോ? ഷീന ചന്ദ്രൻ എന്നാന്ന് തോന്നുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ വീഡിയോ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ചേട്ടൻ ഇങ്ങനത്തെ കമൻറ്റ് ഒക്കെ എടുത്തേക്കില്ലേ ഇപ്പോൾ? ഗൾഫ് കോൺ 5:47. സരിത. സംസാരം എനിക്കിന്ന് അധികം ഉണ്ടാകില്ല കേട്ടാ. ഇന്ന് മൊത്തം പാചകം ചേട്ടൻ്റെ വകയാണ്. ഞാൻ ഇന്ന് നോക്കുകുത്തി പോലെ നിൽക്കും. ഇത് കേട്ട് അഭിമാനത്തോടു കൂടി നിൽക്കുന്ന അജുവേട്ടൻ. ഇന്ന് ഞാൻ പൊളിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ നിൽക്കണേ. പക്ഷേ ശേഷം അവതരണ മൂഡിൽ നിന്ന് അജുവേട്ടനെ സൈഡിലാക്കി സരിതയുടെ ചലപ്പിലകൾ. അജു ചേട്ടൻ്റെ ആദ്യ വാക്ക് തൊട്ട് തുടങ്ങി. ഇതിൽ നമ്മൾ മുളക് പൊടി അധികം ചേർക്കാറില്ല, മഞ്ഞപ്പൊടിയാണ്. മുളക് പൊടി എന്ന് പറഞ്ഞിട്ട് മഞ്ഞപ്പൊടിയാണല്ലോ ചേർക്കുന്നത്? അല്ല, ഞാൻ പറയുകയാണേ, മുളക് പൊടി അധികം ചേർക്കാറില്ല, കാപ്പൊടി അല്ല, 1/4 ടീസ്പൂൺ കുറവ് ചേർക്കും, അതിലും കുറവാണ് ചേർക്കുക. അപ്പോൾ സരിത, ഇതിപ്പോൾ എന്തിനാ ചേർത്തേ, ബ്ലാ ബ്ലാ ബ്ലാ. അവസാനം അജു ചേട്ടൻ്റെ ദയനീയമായ ഡയലോഗ്, ഞാനിതിലേക്കുള്ള സാധനങ്ങളൊന്നും പറയട്ടീ. വാസന്തി വിജയൻ. പക്ഷെ ഞാൻ ജഗ്ഗുവിനോട് പറയണത് പഠിപ്പിൻ്റെ കാര്യം, ബുക്ക് അത് പറയണൊക്കെ കട്ട് ചെയ്ത് കളയായിരുന്നു എഡിറ്റിങ്ങിൽ. അതൊക്കെ കളഞ്ഞെങ്കിൽ കുഴപ്പമുണ്ടായില്ല. അടുത്ത് വാസന്തി വിജയൻ. അജുവിൻ്റെ വർത്തമാനം കേൾക്കാൻ രസമാണ്, കാരണം തെറ്റിപ്പറയുന്നു. സരിത ഹായ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മെഴ്സി ജേക്കബ്. സരിത പൊട്ടുപൊടിക്ക് ഇടയ്ക്ക് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഡസ് വാലിയുടെ പരസ്യം കാച്ചുന്നുണ്ട്. അവർ തന്ന പാത്രമാണല്ലോ, അവരെ കൊളാബറേഷനാണുള്ള വീഡിയോ. അപ്പോൾ പറയണ്ട അതിനെക്കുറിച്ച്. അതന്നെ, എന്ത് വിചാരിക്കും, ഒരു പാത്രം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഇവരൊന്നും പറയില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ. തോമസ് മംഗലം. ബിരിയാണി എപ്പിസോഡ് തകർത്തു. അജുവിന് ലേശം ധൃതി കൂടിയോ? തലശ്ശേരി ബിരിയാണിയുടെ കൂടെ അച്ചാറും പപ്പടവും കൂടി വേണ്ടേ? വേണം. ഒരു മധുരമുള്ള അച്ചാറും കൂടി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തില്ല. ടേസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നല്ല ടേസ്റ്റ് എന്ന് അജു പറഞ്ഞത് ശരിയാ. വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കണ്ണുകളാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. അത് സമയമില്ല, നേരം വിശന്ന് തുടങ്ങി, പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നു. ഷെഫീഖ് ബി കെ. കല്യാണത്തിന് വിളിക്കും, വരണം. പിന്നെ എൻ്റെ വൈഫ് അവിടെ വന്നൊരു ബിരിയാണി ഉണ്ടാക്കി തരുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം. എന്തൊക്കെ ആഗ്രഹങ്ങൾ നടക്കുമോ എന്തോ. എന്താ നടക്കാണ്ട് വായോ. കല്യാണത്തിന് ക്ഷണിക്കല്. കല്യാണം ആരുടെ കല്യാണം? ആരെങ്കിലും കല്യാണം ആവില്ലേ? ഭാര്യനെ കൊണ്ടുപോവാ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കി പൊളിക്കാം. ഡാലിയ സാബു. ഗുഡ് മോർണിംഗ്. ഈ വരുന്ന സൺഡേ 15-ാം തീയതി എൻ്റെ ഒരേ ഒരു ബ്രദർ പ്രിൻസ് ജോസഫിൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. വീട് എറണാകുളത്ത് തന്നെ പള്ളുരുത്തിയിലാണ്. അവിടെ മമ്മിയും അവൻ്റെ വൈഫും ഒരു ആൺകുഞ്ഞുമുണ്ട്. വാവയ്ക്ക് 1 വയസ്സ് കഴിഞ്ഞു. ഡാഡി മരിച്ച് 5 വർഷമായി. കുഞ്ഞിൻ്റെ പേര് ഏബൽ ജോസഫ്. അപ്പോൾ എൻ്റെ പൊന്നാങ്ങളയെ ഒന്ന് വിഷ് ചെയ്യാമോ? അപ്പോൾ പ്രിൻസ് ജോസഫിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ഞായറാഴ്ച. ഞങ്ങൾ ഷൂട്ട് ചെയ്യണത് ശനിയാഴ്ചയാണ്, പക്ഷെ അത് അപ്ലോഡ് ചെയ്യണത് ഞായറാഴ്ച ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഡാലിയ സാബുവിൻ്റെ ബ്രദർ പ്രിൻസ് ജോസഫിന് ഞങ്ങളുടെ അജൂസ് വേൾഡിൻ്റെയും ഒക്കെ വക, പൊന്നു പെങ്ങളുടെയൊക്കെ വക പിറന്നാൾ ആശംസകൾ. 1000 പിറന്നാൾ ആശംസകൾ. അടുത്തത് പ്രസീത ജഗദീഷ്. എൻ്റെ ഹസ്ബൻഡും അജുവേട്ടനെ പോലെയാണ്. മീൻകറി ഇടാൽ ചോറിനൊരു പ്രാന്താണ്. ഞാൻ എപ്പോഴും ചോറ് വിളമ്പുമ്പോൾ സരിതേച്ചി ഒരു ഷോർട്സിൽ ചോദിച്ച പോലെ ചോദിക്കും, ഏട്ടാ ഞങ്ങൾക്കും മക്കൾക്കുമുള്ള ചോറേ ഉള്ളൂ, വെക്കണോ എന്ന്. അപ്പോൾ ചേട്ടൻ തിരിച്ച് പറയും എന്നോട് അജുവേട്ടൻ പറയണ പോലെ,
സരിതേ കുറച്ച് ചോറ് ഇങ്ങോട്ട് വിളമ്പിക്കോ, മീൻകറി കൂട്ടി കഴിക്കാമെന്ന്. എന്നും ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം പറയും. രാത്രി കിടക്കുമ്പോൾ നിങ്ങളുടെ ഷോർട്സ് വീഡിയോസ് കണ്ട് കുറേ ചിരിക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് നിങ്ങളെ. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത് മേബിൾ വേൾഡ്. സാധാരണ റിലേ പോയ പോലെ പെരുമാറുന്ന അജുവേട്ടനാണ്. ഇന്ന് റിലേ മൊത്തം പോയത് സരിതയ്ക്കാണല്ലോ. സാരമില്ല, പനി ആയതുകൊണ്ടാവും. എനിക്കും അങ്ങനെ തോന്നി, പനി തലയ്ക്കടിച്ചു എന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. റിലേ പോയ പോലെ സംസാരിക്കാൻ ഞങ്ങൾ പ്രേക്ഷകർ അജുവേട്ടന് മാത്രമായി പതിച്ച് നൽകിയ അവകാശമായിരുന്നു. ഇനി രണ്ടുപേരും ഒരുപോലെ കാണേണ്ടി വരുമോ? അജുവേട്ട, സരിത, ജഗ്ഗു, പെരുത്തിഷ്ടം നിങ്ങളോട്. കഴിഞ്ഞു. സന്തോഷം. അപ്പോൾ സമയം വല്ലാണ്ട് ഇരുട്ടായി. അതെ, ഇത്രയ്ക്ക് സമയമാവുന്നു ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടാ. ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആകെ അന്തരീക്ഷമൊക്കെ മൂടി കെട്ടിയിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായ കമൻറ്റുകളാണ് നമ്മുടെ വീഡിയോകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളത്, നമുക്ക് ഒരിക്കലും ഒരു ഫാമിലി വ്ളോഗിനെ പ്രതീക്ഷിക്കാത്ത അത്രയ്ക്ക് നമ്മളെല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ടാണ് ഇങ്ങനെ കമൻറ്റുകൾ വരുന്നതെന്ന് ആലോചിക്കണം കേട്ടോ. വെറുതെ നമ്മളെ പൊക്കി പറയണതല്ല, അങ്ങനത്തെ കമൻറ്റുകളല്ല ശരിക്കും. സത്യത്തിൽ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻറ്റുകളാണ്. എന്തായതല്ലേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.